പറയാനുള്ളത്? മട്ടന്നൂരാണ് മത്സരിക്കുന്നത്. എന്താണ് പ്രതീക്ഷ? എത്രത്തോളം ഉണ്ട് പ്രതീക്ഷ? കേരളത്തിലെമ്പാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പൻ വിജയത്തിലേക്ക് പോകും. കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തണമെങ്കിൽ ഇടതുപക്ഷം വിജയിച്ചേ പറ്റൂ എന്ന് കക്ഷിരാഷ്ട്രീയ അതീതമായി എല്ലാ വിഭാഗം ആളുകളും തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ വിജയ വിളംബരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, നമുക്ക് ആവേശ കാഴ്ചകളിലേക്കൊക്കെ എത്തണം. ഇപ്പോൾ കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ എത്തിയിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഗസ്റ്റ് ഹൗസിൽ എത്തിയതാണ് അദ്ദേഹം. നമുക്ക് വീണ്ടും മട്ടന്നൂരേക്ക്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി മത്സരത്തിന് ഇറങ്ങുന്നു. അരയും തലയും മുറുക്കി തന്നെ ഡിവൈഎഫ്ഐയും ഇതിന്റെ ഭാഗമാകും. തീർച്ചയായിട്ടും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ആ മുന്നേറ്റത്തിൽ ഡിവൈഎഫ്ഐയുടെ അമരക്കാരൻ മട്ടന്നൂരിൽ നിന്ന് മത്സരിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു എല്ലാ കാലത്തെയും വലിയ കോട്ടകളിലൊന്നാണ് മട്ടന്നൂർ. മട്ടന്നൂരിൽ ഞങ്ങളുടെ നേതാവ് സഖാവ് വി കെ സനോജ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ മട്ടന്നൂർ നൽകിയ സ്വീകരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളിൽ CPM-ന്റെ സ്ഥാനാർത്ഥികളെ ഇന്ന് സഖാവ് ഗോവിന്ദമാഷ് പ്രഖ്യാപിച്ചത് മുതൽ കേരളമാകെ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നു. ഒരു മൂന്നാം ഊഴത്തിലേക്ക്, ഇടതുപക്ഷ തുടർച്ചയിലേക്ക് മറ്റാർക്കും മറികടക്കാൻ മട്ടന്നൂരിൽ വന്നിറങ്ങിയപ്പോൾ വലിയ ആവേശമുണ്ട്. CPM-ന്റെ ഉറച്ച കോട്ടയായ മട്ടന്നൂരിൽ KK ശൈലജയ്ക്ക് പകരം വി കെ സനോജ് എന്ന യുവമുഖത്തെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിക്കുകയാണ്. നമുക്ക് കളമശ്ശേരിയിലേക്ക് പോകാം. കളമശ്ശേരിയുടെ സ്വന്തം പി രാജീവ് ഇതാ റോഡ് ഷോ നയിച്ചുകൊണ്ട് മുന്നേറുകയാണ്. സജോ, വിനീത, പി രാജീവിന്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ കളമശ്ശേരി പ്രീമിയറിലേക്കാണ് പോവുക. നമുക്കറിയാം, അദ്ദേഹം മന്ത്രിയാണ്. ഒപ്പം കളമശ്ശേരിയിലെ കഴിഞ്ഞ തവണത്തെ വലിയ അട്ടിമറി കണ്ടതാണ് അദ്ദേഹം. വീണ്ടും അവിടെ മത്സരരംഗത്തേക്ക് എത്തുന്നു. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം, ഒരു തവണ കൂടി കളമശ്ശേരിയുടെ നായകനാകാൻ പോവുകയാണ്. എങ്ങനെയാണ് പ്രതീക്ഷകൾ? അതെ, നല്ല പ്രതീക്ഷയാണ് LDF-നുള്ളത്. കഴിഞ്ഞ 5 വർഷവും ഈ നാടിന് വേണ്ടി നല്ല വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. നാടിനൊപ്പമായിരുന്നു 5 വർഷം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളാകെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒപ്പമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UDF പറയുന്നത് അവരുടെ ഒരു പരമ്പരാഗത മണ്ഡലമാണ്. കഴിഞ്ഞ തവണ കൈവിട്ടു, ഇത്തവണ പക്ഷേ ഞങ്ങൾ പിടിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അല്ല, എല്ലാവരും തെരഞ്ഞെടുപ്പിൽ ഒരു വിശ്വാസത്തോടുകൂടി വേണ്ടിയിട്ടുള്ള അന്തിമ തീരുമാനം ബാലറ്റ് പെട്ടിയിലൂടെ കേരളത്തിൽ പുറത്തു വരും. 26 ദിവസം കൊണ്ട് ഈ ദുർഭരണം അവസാനിക്കുന്ന അന്തിമ തീരുമാനം ഉണ്ടാകും. അതാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. കൗണ്ട് ഡൗൺ ഫോർ 26 days. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയെല്ലാം തന്നെ നമ്മൾ ചർച്ചയിൽ രൂപത്തിലെത്തിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രഖ്യാപനം, സാധാരണ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷന് 3-4 ദിവസം വൈകിലുണ്ടാവും. നമുക്കറിയാവുന്ന ഇത് ചെറിയ ഒരു അസൗകര്യം ഇതിനകത്തുള്ളത് ഹോളി വീക്സ് ആണ്. ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ. വിഷുവാണ് ഏപ്രിൽ 14. നോമിനേഷൻ വിഡ്രോ ചെയ്യുന്ന ഡേറ്റ് 26 26 കഴിഞ്ഞ് കേവലം ഒരു 13 ദിവസം 14 ദിവസം മാത്രമാണ് പ്രചരണം. അതിൽ തന്നെ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഹോളി വീക്സ് പോലെയുള്ള വിഷുവിൻ്റെ തയ്യാറെടുപ്പ് പോലെയുള്ള ദിവസങ്ങളും ഉണ്ട് കേരളത്തിൽ. അപ്പം ഫലത്തിൽ പ്രചരണത്തിന് ദിവസം വളരെ കുറച്ച ഒരു ഇലക്ഷനാണ് ഈ ഇലക്ഷൻ എന്നുള്ളത് പറയേണ്ടി വരും. അല്ല, ബുദ്ധിമുട്ടാവുന്നല്ലേ. ഇലക്ഷൻ കമ്മീഷൻ സാധാരണ ചെയ്യൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ ചെയ്യുമ്പോൾ പ്രഖ്യാപനം കഴിഞ്ഞ് നോട്ടിഫിക്കേഷന് ഇതുണ്ടാവുമായിരുന്നു. പോട്ടെ, അത് ഞാനിപ്പോൾ പറഞ്ഞില്ല. എന്തായാലും എത്രയും വേഗം ഇലക്ഷൻ നടത്താൻ ഞങ്ങൾ റെഡിയാണ്. ആ റെഡിയായിട്ടുള്ള ഇലക്ഷൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുള്ള പ്രചരണ പബ്ലിസിറ്റികൾ ഇങ്ങനെ തുരുതുര വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ സർക്കാരിൻ്റെ ചെലവിൽ പ്രചരണമായിട്ട് കൊണ്ടുനടക്കുകയായിരുന്നു. എന്തായാലും അതിന്നത്തോടെ അവസാനിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിലെ ഇടതു ദുർഭരണം അവസാനിപ്പിക്കാൻ